സ്ഥലമാറ്റം നടപടിയാണ് എല്ലായിടത്തും യോഗ്യം നിയമം നടത്തും. സ്ഥലമാറ്റത്തിൽ യാതൊരു മാനദണ്ഡവും ഉണ്ടായി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലത്താണ് സ്ഥലമാറ്റങ്ങൾക്ക് വ്യക്തമായ മാനദണ്ഡം. എന്നാൽ അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെല്ലാം ന്യൂനതകൾ ഏതാണെന്ന് നോക്കി രാഷ്ട്രീയ പരിഗണന വെച്ച് സ്ഥലമാറ്റം നടത്തിയിട്ടാണ് ഈ സ്ഥലമാറ്റം ഗവൺമെന്റിന്റെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കുന്നത്. ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സുതാര്യമാണ്. സംഘടനവും സ്ഥലമാറ്റേണ്ട കാര്യമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് ഗവൺമെന്റ് എടുക്കുന്ന പല തീരുമാനങ്ങളും നിയമവിരുദ്ധമായ തീരുമാനങ്ങൾ മൂടിവെക്കാൻ വേണ്ടിയാണ് തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളെയും സ്വന്തക്കാരെയും വിവിധ പോസ്റ്റുകളിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ സമീപ ദിവസങ്ങളിൽ ഇറക്കിയിട്ടുള്ളത്. എല്ലാ വകുപ്പുകളിലും വ്യാപകമായ സ്ഥലമാറ്റമാണ് വിജിലൻസ് വകുപ്പിലും ആഭ്യന്തര വകുപ്പിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിലും എല്ലാം വലിയ തോതിലുള്ള സ്ഥലമാറ്റം നടന്നതായി റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓഫീസുകളിൽ സ്ഥലമാറ്റത്തിന്റെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാരനെയാണ് ആദ്യം സ്ഥലം മാറ്റിയതായിട്ട് കാണുന്നത്. ഇത് ആ പോസ്റ്റിരിക്കുന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിന് അവിഹിതമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം സ്ഥലമാറ്റങ്ങൾ നടത്തുന്നത്. സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെ രീതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുത്തി ഗവൺമെന്റ് എടുക്കുന്ന പല തീരുമാനങ്ങളിലുമുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിലുള്ള സ്ഥലമാറ്റങ്ങൾ നടത്തുന്നത്. സ്ഥലമാറ്റത്തിന് വേണ്ടി പല ആളുകളും ഇടനിലക്കാരായി പ്രവർത്തനമായിരുന്നു. ഇത് ഭാവിയിൽ ദൂരവ്യാപകമായ പ്രത്യേകത. ഭരണരംഗത്ത് അരാജകത്വം. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഓരോ സ്ഥാനങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി മന്ത്രിസഭ രൂപീകരണത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് മുമ്പ് ഒരു കാലത്തും ഇല്ലാത്തത് മന്ത്രിമാരുടെ വകുപ്പുകൾ തദ്ദേശ ഭരണ വകുപ്പ് മുമ്പ് ഒരു മന്ത്രി കൈകാര്യം ചെയ്ത വകുപ്പാണ്. അതാവും പാലോട് പോകുന്നത്. ഇന്ന് ആ വകുപ്പ് 3 മന്ത്രിമാരാണ്. പഞ്ചായത്ത് മുനീറുടെ വകുപ്പ്, മുനിസിപ്പാലിറ്റി കുഞ്ഞാലിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് AC ജോസഫ്. അങ്ങനെ 3 ആളാണ് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. സാംസ്കാരിക വകുപ്പ് 3 ആണ്. ഒരാൾക്ക് സിനിമ, വേറൊരാൾക്ക് നാടകം, വേറൊരാൾക്ക് അങ്ങനെ സാംസ്കാരിക വകുപ്പിന് 3 മന്ത്രിമാർ കേരളത്തിലെ ചരിത്രത്തിൽ മാധ്യമം. എനിവൽ ഹസ്ബൻഡറിക്ക് 1 മന്ത്രി, ക്രിസ്മസിന് വേറെ മന്ത്രി, ആട്ടിന് 1 മന്ത്രി, ആട്ടുംപാലിന് വേറെ, കോഴിക്ക് 1 മന്ത്രി, കോഴി മുട്ടക്ക് വേറെ. ഇങ്ങനെ വകുപ്പുകളുടെ മതത്തിന് കാലഘട്ടം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറ്റു സംസ്ഥാനത്തുണ്ടായിട്ടുണ്ടോ? ഈ ഭരണത്തിന്റെ നിയന്ത്രണം ഇതിലെ ആളുകൾ ഏറ്റെടുത്തോടുകൂടി ഒറ്റ MLA-മാരുടെ കക്ഷികൾ അവർക്ക് ചോദിക്കുന്ന വകുപ്പുകൾ കൊടുക്കാനാണ് മന്ത്രിസഭയുടെ വകുപ്പുകൾ തീരുമാനിച്ചു കൊടുത്തതിന് ശേഷവും വീണ്ടും വകുപ്പുകൾ മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം പത്രത്തിൽ നോക്കുമ്പോഴുള്ള മന്ത്രിയല്ല വിദ്യാഴ്ച പത്രത്തിൽ നോക്കുമ്പോൾ കാണുന്നത്. നിവേദനം എഴുതാൻ വരുന്നവർ ഇവിടെ എത്തുമ്പോഴാണ് മന്ത്രി മാറി എന്ന വിവരമാണ്. ഇങ്ങനെയുള്ള ഒരു അരാജകത്വം ഭരണരംഗത്ത് ഉണ്ടാക്കിയതാണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായിരിക്കുന്ന ഇന്നത്തെ ഗുരുതരമായ. ഈ
ഈ സർക്കാരിന് ഈ കേരളത്തിന്റെ പൊതുകാര്യങ്ങളൊന്നും നോക്കാൻ സമയമില്ല. അവർക്ക് സ്ഥലം മാറ്റത്തിന് മാത്രമേ താല്പര്യമുള്ളൂ എന്നതാണ് ഒരു മാസക്കാലത്തെ ഭരണാനുഭവം തെളിയിച്ചു. ചുരുങ്ങിയ ഭൂരിപക്ഷം മാത്രമുള്ള ഒരു മണ്ഡലം 3 MLA-മാരുടെ ഭൂരിപക്ഷം മാത്രമേ ഗവൺമെന്റ്. അസംബ്ലിയൊക്കെ നടക്കുമ്പോൾ MLA-മാരുടെ ബലാത്സംഗം മാത്രമേ MLA-മാരെ UDF MLA-മാരൊക്കെ സ്റ്റേറ്റ് ലോക്കൽ ആവശ്യം വരുമ്പോൾ പുറത്തെടുക്കാൻ കൊണ്ടുപോയിട്ട് ഞാൻ ആലോചിക്കുന്നത് UDF-ലെ 3 MLA-മാർ അസംബ്ലി നടക്കുമ്പോൾ ഒന്നിച്ച് വയറിളക്കം വന്നു. ഉമ്മൻചാണ്ടിയുടെ അത്ര ദുർബലമായ ഒരു മന്ത്രിസഭ ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങനെ സ്ഥലം മാറ്റി ചിന്തിപ്പിക്കേണ്ടതല്ല. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ് സർക്കാരിനെ നല്ലത്. ഉപദേശിക്കാൻ നമുക്ക് കഴിയില്ല. അവർ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് കേരളത്തിൽ ഭാവി സുസ്ഥിരമായ ഗവൺമെന്റാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ദുർബലമായ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടപ്പിലാക്കിയാലാണ് ഞങ്ങൾ 5 കൊല്ലം ഭരിക്കും എന്നിടക്കലെ UDF നേതാക്കന്മാർ പ്രസംഗിക്കുന്നത്. ഒരു ഗവൺമെന്റിന്റെ കാലാവധി 5 കൊല്ലമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി 5 കൊല്ലം ഭരിക്കുമെന്നിങ്ങനെ പ്രചരിപ്പിക്കുന്നവർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നിയമവിരുദ്ധമായ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്നൊരു പരിഗണന. അതുകൊണ്ട് ഈ ഗവൺമെന്റ് എടുക്കുന്ന നിയമവിരുദ്ധമായ ഉത്തരവ് ആരും നടപ്പാക്കാൻ പാടില്ല. നിയമവിധേയമായിട്ട് മാത്രമേ പ്രവർത്തിക്കാനുള്ള ബാധ്യത ഉദ്യോഗസ്ഥന്മാർക്ക്. നിയമവിരുദ്ധമായി സർക്കാർ എടുക്കുന്ന ഒരു ഉത്തരവ് നടപ്പാക്കാനുള്ള ബാധ്യത ഒരാൾക്കും ഇല്ല എന്നതാണ്. അതുകൊണ്ട് നിയമവിരുദ്ധമായെടുക്കുന്ന തീരുമാനങ്ങൾ കയറ്റുകയാണ് ചെയ്യുന്നത്. നിയമസ്ഥാനബന്ധ പട്ടം ഗവർണറാക്കിയപ്പോൾ ഉപയോഗിച്ചൊരു പദപ്രയോഗമാണ് ഗവർണറായി പട്ടം ഉള്ളയെ കൗട്ടിക്കയറ്റി എന്ന് പറഞ്ഞതുപോലെ AK ആന്റണിയെ കേരളത്തിൽ നിന്നും കേന്ദ്രത്തിലേക്ക് കൗട്ടിക്കയറ്റി ഉമ്മൻചാണ്ടി അധികാരത്തിൽ വന്നു. ബഹുആളുകളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന അന്നത്തെ ഗവൺമെന്റും ഇതേപോലെയുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ജീവനക്കാരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് തങ്ങൾക്കുള്ള അധികാരം ഉപയോഗിക്കാനും തങ്ങളുടെ മൃഗീയമായ ഭൂരിപക്ഷം ഉപയോഗിച്ച് അടിച്ചമർത്താനും ശ്രമിച്ചതിനെതിരായി കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഐതിഹാസികമായ സമര പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് പിന്നീട് കേരളത്തിലെ 32 ദിവസക്കാലം നീണ്ടുനിന്ന സമരം നടന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. ആഗ്രഹിച്ചത് നടത്താൻ സാധ്യമല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർ വയ്യാതെ ആ ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളെ ചെറുക്കുകയും ആ ഗവൺമെന്റിന്റെ നയങ്ങളെ പിടിച്ചു നിർത്തുകയും ചെയ്ത പാരമ്പര്യമുള്ള ആരും പ്രതീക്ഷിച്ച ചില നടപടികളാണ് അധികാരത്തിൽ വന്ന സർക്കാരിന്റെ ഭാഗത്തുണ്ടായി. എന്താണ് അവർ ചെയ്യുന്നതെന്ന് അവർ ആലോചിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയവും. വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഏറ്റവും വലിയ അബദ്ധങ്ങളാണ് പറയുന്നതാണ് ആദ്യം ഞങ്ങൾ രാധാകൃഷ്ണൻ പറഞ്ഞത്. CBSE സ്കൂൾ വരാൻ പോകുന്നു, കോർപ്പറേറ്റ് യൂണിവേഴ്സിറ്റിക്കൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചതൊരു ഒരു അബദ്ധം പറയുന്നു. പക്ഷെ അടുത്ത ആഴ്ച ക്യാബിനറ്റ് കൂടിയിട്ട് അത് തീരുമാനമാകുന്നതാണ്. 5 ദിവസം മുമ്പ് മാതൃഭൂമി പത്രത്തിലൊരു പരസ്യം, ആമറോൺ കമ്പനി 34 സ്ഥലത്ത് 4 ഏക്കർ ഭൂമി വീത സ്കൂൾ വെക്കാൻ പറ്റിയ പ്ലോട്ട് കൊടുക്കുന്നവർക്ക് പൊന്നും വില കൊടുക്കുമെന്നുള്ളൊരു പരസ്യമാണ് കണ്ടത്. ആമറോൺ കമ്പനി കമ്പനിക്ക് ഇന്ത്യയിൽ ഇപ്പോൾ 60ഓളം സ്കൂളുകൾ. കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഓരോ സ്കൂളുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള നിലയിലാണ് അവരുടെ വിദ്യാഭ്യാസ സൈറ്റ്. നമുക്ക് രഹസ്യമൊന്നുമല്ല, ഇസ്രോ കമ്പനിയുടെ വിദ്യാഭ്യാസ സൈറ്റ് നമ്മൾ ആര് നോക്കിയാലും കാണാൻ കഴിയും. വിദ്യാഭ്യാസത്തിലൊന്നും അങ്ങനെ ആരും സാധാരണഗതിയിൽ ഇങ്ങനെ കൈവയ്ക്കാറുണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെയൊന്നും ആരും കൈവച്ചു. ഇവിടെ ഇപ്പോ
ഈ ഒരു കൊല്ലം സർവീസുള്ള ആളിനെ ഏറ്റവും സൗകര്യപ്രദമായി ട്രാൻസ്ഫർ കൊടുക്കുക എന്നുള്ളത്, ദൂരെ എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായി പെരുമാറ്റം കൊടുക്കുക എന്നുള്ളത് ഈ സിവിൽ സർവീസ് ആരംഭിച്ച കാലം മുതലേ ജനാധിപത്യ വിരുദ്ധമായ ഒരുപാട് നയങ്ങൾ വെച്ച് പുലർത്തിയിട്ടുള്ള നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയാത്ത ഭരണാധികാരികൾ വരെ ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു വർഷമാണ് സർവീസെങ്കിൽ ഒരു കാരണവശാലും ഇവരെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ഭരണ കസേരയിൽ അധികാരത്തിൽ വന്നിട്ടുള്ളത് ജനകീയ പ്രശ്നങ്ങൾ ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെന്റ് അല്ല. 2 MLA-മാരുടെ ഭൂരിപക്ഷം, വളരെ തുച്ഛമായിട്ടുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷം. അതുകൊണ്ട് തന്നെ എപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ കഴിയാത്ത ഒരു അധികാര കേന്ദ്ര ഗവൺമെന്റ്. ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളുടെ കഴിഞ്ഞകാല ഭരണചരിത്രം പരിശോധിച്ചാൽ അവർ ഭരിക്കുന്നതിനപ്പുറം ഒരു ഗവൺമെന്റ് വീണ്ടും വരണമെന്നുള്ള ഭരണം അവർ ഒരിക്കലും നടത്തിയിട്ടില്ല. അത്തരത്തിലുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള, ഏറ്റവും ജനദ്രോഹകരമായിട്ടുള്ള, ജീവനക്കാരുടെ മേഖലയിൽ ഏറ്റവും കിരാതമായ നടപടികളും സമീപനങ്ങളും സ്വീകരിച്ചിട്ടുള്ള അനുഭവമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റുകളെ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും പൊതുവിൽ പറയുവാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഭരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഭരിക്കണം എന്നുള്ള ആഗ്രഹമില്ലാത്ത ഈ ഗവൺമെന്റ് എത്ര ദിവസമാണോ അധികാരത്തിലിരിക്കുന്നത് അത്രയും ദിവസത്തിനകം ഏറ്റവും കൂടുതൽ ധനസമാഗമം ഉണ്ടാക്കിയെടുക്കുവാൻ, ധനം സമ്പാദിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ്. മറ്റ് യാതൊരു പരിഗണനയോ ചിന്തയൊന്നും വരുന്നില്ല. ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ഭരണാനുകൂല സംഘടനകൾ എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റിലടക്കമുള്ള സംഘടനകൾ, അവരുടെ നേതാക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ അധികാരത്തിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അധികാരത്തിന്റെ അപ്രദക്ഷണങ്ങൾ ഒന്ന് നുണയണം, അതുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങളടക്കമുള്ള പരമാവധി ആനുകൂല്യങ്ങൾ നേടിയെടുക്കണം. അതിനപ്പുറം ജീവനക്കാരുടെ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ജീവനക്കാരെ സ്നേഹിക്കാനോ ഈ ഗവൺമെന്റിനോ ആ ഗവൺമെന്റിനെ സഹായിക്കാനോ